നമസ്കാരം. ഭാഗ്യദേവത കടാക്ഷിച്ചിട്ടും ഇന്നും ഇരുൾ മൂടിയ ജീവിതം തള്ളി നീക്കേണ്ട ഗതികേടിലാണ് ഒളരി സ്വദേശി സോമനും കുടുംബവും. പഴന്തുണികൾ കൊണ്ട് മറച്ച ഒറ്റമുറിച്ചായ്പിൽ ജീവിതം കഴിച്ചുകൂട്ടുന്ന ഈ കുടുംബത്തിന് കേരളം കണ്ട നൂറ്റാണ്ടിൻ്റെ പ്രളയം സമ്മാനിച്ചതും തീരാ ദുരിതമാണ്. പരസഹായമില്ലാതെ എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കിടക്കയിൽ ജീവിതം കഴിച്ചുകൂട്ടുന്ന സോമൻ്റെയും കുടുംബത്തിൻ്റെയും കരളലിയിപ്പിക്കുന്ന ജീവിത നേർക്കാഴ്ചകളാണ് ഇന്നത്തെ തണൽ നിങ്ങൾക്ക് മുൻപിലെത്തിക്കുന്നത്. വിധി ചിലപ്പോൾ അങ്ങനെയാണ്. വേദനകളെ മരണം വരെ അടിച്ചേൽപ്പിച്ചുകൊണ്ടേയിരിക്കും. വിധിയുടെ വിളയാട്ടമെന്ന് നമ്മൾ പറയാറുള്ളത് ഇവിടെ അനിവാര്യമാകുന്നു. തൃശൂരിൽ പുല്ലഴി കുഞ്ഞിത്തോപ്പ് റോഡിലെ പുറമ്പോക്ക് ഭൂമിയിലാണ് സോമനും കുടുംബവും താമസിക്കുന്നത്. 2 വർഷമായി സോമൻ കിടപ്പ് രോഗിയായിട്ട്. കൂലിപ്പണിയായിരുന്നു ജോലി. ഭാര്യ തങ്കമ്മയ്ക്ക് തൃശൂരിലെ ഒരു ഹോട്ടലിലായിരുന്നു ജോലി. കഷ്ടകാലങ്ങൾ തീരാൻ വേണ്ടി തങ്കമ്മ ദിവസവും കിട്ടുന്ന കൂലിയിൽ നിന്നും 1-2 ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുമായിരുന്നു. രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപ് ടിക്കറ്റുകൾ നോക്കാൻ വേണ്ടി സോമനെ ഏൽപ്പിക്കും. ഒരു ദിവസം കഥയ്ക്ക് ഒരു മാറ്റം സംഭവിച്ചു. എൻ്റെ ഈ ഭർത്താവിന് ഇറച്ചിയോട്ടായിരുന്നു പണി. അപ്പോൾ ആൾക്കൊരു 10-15 കൊല്ലം ഇയാൾക്ക് സോലാണ്ട് ഇങ്ങനെ ഇരിപ്പായിട്ട് അമലയിൽ കിടപ്പ് ഇരിപ്പായിരുന്നു, ചോരഛർദിയും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ആളെ ജോലിക്ക് പറഞ്ഞയക്കാണ്ട് ഇരിക്കുകയായിരുന്നു. ഇരിക്കുമ്പോൾ പിന്നെ ഞാനും എൻ്റെ മോനും കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾ കഴിയും. ഞാൻ ഒരു ക്യാൻറ്റീനിലേക്ക് പോയിരുന്നു തൃശ്ശൂർക്ക്. അപ്പോൾ 1000-500 രൂപ ശമ്പളം ഉണ്ട് ദിവസം. അപ്പോൾ ഒരുവിധം കടങ്ങളൊക്കെ ഒതുങ്ങിയതിന് ശേഷം ഇനി ഇവളുടെ കാര്യങ്ങൾ മുക്കിഞ്ഞ് കുറച്ച് നോക്കുക എന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോൾ ഈ വീടൊക്കെ ഇങ്ങനെയായി. ഇത് അച്ഛന് പെട്ടെന്ന് ഞാൻ എന്നൊന്നും 2-3 ലോട്ടറി കഷ്ടപ്പാടും തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുക്കും. പണിയുടെ കാശിൽ നിന്ന് 2-3 ലോട്ടറി ദിവസം എടുക്കും. അതിലൊരു ദിവസം കിട്ടി എനിക്ക് ഒരു 65 ലക്ഷം. അത് ആളുടെ കയ്യിൽ ഞാൻ നേരം വിളിച്ചാകുമ്പോൾ പോവും. ആളുടെ കയ്യിൽ നോക്കാൻ ഏൽപ്പിക്കുക. ആൾ നന്നായി ക്ലിയറായിട്ട് നോക്കണതാ. ആൾക്ക് എന്തോ ഒരു തെറ്റ് തോന്നി എന്നുവെച്ചാൽ 6-8 തോന്നി ആൾക്ക്. അത് അങ്ങനെ ഇത് താങ്ങാരം കൊണ്ട് ഒന്നുമില്ല എന്നിട്ട് ഇത് കീറി വിളിച്ച് കളഞ്ഞു. തങ്കമ്മ ലോട്ടറി ടിക്കറ്റ് നോക്കാൻ സോമനെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോയി. തൊട്ടടുത്ത വീട്ടിൽ മാത്രമായിരുന്നു അന്ന് പത്രം വരുത്തുന്നത്. അവിടെ പോയാണ് സോമൻ ടിക്കറ്റ് പരിശോധിച്ചിരുന്നത്. അന്നെടുത്ത ടിക്കറ്റിനായിരുന്നു 1ാം സമ്മാനമായ 65 ലക്ഷം രൂപ അടിച്ചത്. ടിക്കറ്റ് നമ്പർ അവസാനിക്കുന്നത് 61 എന്നാണ്. പക്ഷേ കന്നഡ ഉപയോഗിക്കാത്തതിനാൽ 61 എന്ന നമ്പർ സോമൻ കണ്ടത് 81 പതിവ് പോലെ അതും സംഭവിച്ചു. കീറിക്കളഞ്ഞു ആ ടിക്കറ്റും. പിന്നെ ഇവിടെ വന്നിട്ട് TCV വെച്ച് നോക്കിയപ്പോൾ ഈ ടിക്കറ്റിന് ആളായിട്ടില്ല എന്ന് പറഞ്ഞു വന്നപ്പോൾ ആൾക്ക്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലോട്ടറി വിൽപ്പനക്കാരൻ തങ്കമ്മയോട് പറഞ്ഞപ്പോഴാണ് താൻ അന്നെടുത്ത ടിക്കറ്റിനാണ് 1ാം സമ്മാനം എന്നറിയുന്നത്. വീട്ടിലെത്തി സോമനോട് തങ്കമ്മ വിവരം പറഞ്ഞു. ഇത് കേട്ട സോമൻ ഒരു ഞെട്ടലോടെ കുഴഞ്ഞ് നിലത്ത് വീണു. പിന്നീട് ഒരു ദിവസം രാത്രി ഇങ്ങനെ പറയുമ്പോൾ ഈ ചോർച്ചയും മഴയും വെക്കുമ്പോൾ എൻ്റെ മോനും ഞാനും എൻ്റെ മോളിൽ ഏത് കാലത്ത് നമ്മുടെ കഷ്ടപ്പാട് തീരെ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആൾക്ക് പെട്ടെന്ന് ഈ അറിയത്ത് ആൾക്ക് ഇടുന്നിരുന്നു. ആൾക്ക് വ്യസന ആയി, ടെൻഷനായി. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരം 10-11 മണി വരെ വർത്താനം പറഞ്ഞിരുന്നു. ആൾക്ക് പെട്ടെന്ന് ഇത് വിഷമം കൂടി, പെട്ടെന്ന് നെഞ്ചിൽ വേദന വന്ന ആൾ പ്രഷർ കൂടി. അപ്പോൾ തന്നെ ചന്ദ്രമതി ആസ്പത്രി കൊണ്ടുപോയി. അവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വേഗം ICU ആസ്പത്രിയിലേക്ക് എത്തിക്കാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ എവിടേക്കെങ്കിലും കൊണ്ടുപോക്കോ, അല്ലാണ്ട് അവിടെ നിന്നും ഞങ്ങൾ പറഞ്ഞ കാശില്ല അങ്ങോട്ടൊന്നും കൊണ്ടുപോകാൻ, വലിയോടത്തേക്ക് കൊണ്ടുപോകാൻ, സിവിലിലേക്ക് എത്തില്ല എന്ന് പറഞ്ഞ ആൾ. അവിടെ മദറിൽ കൊണ്ട് കാണിച്ച് അവിടുത്തെ ഒരു 8-9 ദിവസത്തോളം ICUയിൽ കിടത്തി. അവിടെ നിന്ന് ഏറ്റപ്പോൾ ആൾ തളർന്നിട്ടാണ് പിന്നെ ഇറങ്ങി വന്നത്.
ഓടിയിൽ അന്ന് മക്കളൊന്നും ഇവിടെ ഇല്ല, അവിടെ കിടക്കണ ആളപ്പോൾ കിടപ്പന്നെ. അപ്പം എന്നോട് പറയേ, ഞാൻ പെട്ടെന്ന് മരിച്ചു പോയൊരു കാര്യം പറയാണ്ട്, അതെൻ്റെ മനസ്സിൽ വിഷമാവും. എന്താ വെച്ചാൽ, നീ എടുത്ത ആ ടിക്കറ്റിൽ വിൽബിൻ ലോട്ടറിയിൽ 65 ലക്ഷം നമുക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കയറി കളഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ണിന് ഒരെണ്ണം കാഴ്ച കുറവല്ലായിരുന്നു, കണ്ണട കൊണ്ടുപോയിണ്ടായിരുന്നില്ല. നാള് പറഞ്ഞത് കയറി കളഞ്ഞു. അത് വ്യസനിച്ചിട്ടാണ് എനിക്കിങ്ങനെ വന്നത്. അപ്പോഴാണ് അറിയണം. അപ്പം നീ ഇനി മക്കളോട് പറയണം. ഞാൻ മക്കളോട് നമുക്ക് കേട്ടപ്പോൾ അതിനേക്കാളും വേറെ സങ്കടം വന്നു. അപ്പം ഞാൻ മക്കളോട് പറഞ്ഞു, തല്ലിയിട്ടും കൊല്ലിയിട്ടും കാര്യമൊന്നുമില്ല, പോയില്ലേ, ഇനി അച്ഛനൊന്നും പറയണ്ട ഇങ്ങനെ. അപ്പം അവരും പറഞ്ഞു, ഒന്നും പറയണ്ട, ആരോടും പുറത്ത് പറയണ്ട, എന്താ വെച്ചാൽ നാണക്കേടുണ്ട്, ഇത് ഇത്ര വിവരമില്ലാത്ത ആൾക്കാരോടും ചോദിക്കും. അപ്പം അങ്ങനെ അത് മൂട്ടി വെച്ച ആൾക്ക് ഇങ്ങനെ സംഭവിച്ചു. അപ്പം ആളും പണിക്ക് പോകാൻ പറ്റില്ല, എനിക്കും പോകാൻ പറ്റില്ല, ഇങ്ങനെ നോക്കി വെച്ചിരിക്കും വേണം. അപ്പോൾ വീണ്ടും ഈ പരിയും വീണു. ഒന്നിനിപ്പം ഒരു മാർഗമില്ല. താൻ കീറിക്കളഞ്ഞത് ഒരു കുടുംബത്തിന്റെ സൗഭാഗ്യത്തെയാണെന്നുള്ള തോന്നൽ സോമനെ ഒരു നിഴൽ പോലെ വേട്ടയാടി. അന്നു തളർന്നു വീണ സോമൻ പിന്നീട് എഴുന്നേറ്റിട്ടില്ല. മനസ്സും ശരീരവും തളർന്ന് കിടപ്പിലായ സോമന്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഒരാൾ ഒപ്പമുണ്ടാകണമെന്ന അവസ്ഥയായി. അതോടെ തങ്കമ്മയ്ക്ക് ജോലി ഉപേക്ഷിക്കേണ്ടിയും വന്നു. ഇതുവഴി അതുവരെ ഉണ്ടായിരുന്ന വരുമാനവും ഇല്ലാതെയായി. തമിഴ്നാട് സേലം സ്വദേശിക്കാണ് മകളെ വിവാഹം കഴിച്ചു കൊടുത്തത്. സ്ത്രീധന തർക്കം കാരണം മകളും അവരുടെ 2 പെൺമക്കളും ഇപ്പോൾ അടച്ചുറപ്പില്ലാത്ത ഈ കൂരയിലാണുള്ളത്. അപ്പം മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് കഴിവില്ലായ്മ കുറവുകൊണ്ട് ഞങ്ങൾ തമിഴ്നാട്ടിൽ കല്യാണം കഴിച്ചു. അപ്പം അന്ന് ആൾ പറഞ്ഞ മുതലൊന്നും വേണ്ടെന്ന്. പിന്നീട് അവിടെ ചെന്നപ്പോൾ മുതൽ ആവശ്യങ്ങളൊക്കെയായി. എന്നാലും ഞങ്ങൾ കുറച്ച് മുതലൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കല്യാണം കഴിക്കാനായിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞ് വേറെ ആൾക്കാർ എന്താ വെച്ചാൽ കടം തിരിച്ചു കൊടുക്കണം, അത് തന്നില്ല. പിന്നെ കല്യാണത്തിൻ്റെ അല്ലാന്ന് ഒരാഴ്ചയുടെ ഉള്ളിൽ പറഞ്ഞു ഇല്ലയെന്ന്. അപ്പം ഞാൻ എൻ്റെ മോൻ 20 രൂപ 15 രൂപ വെച്ച് പലിശയ്ക്ക് മേടിച്ചിട്ടാണ് ഈ കല്യാണം നടത്തി മുതലൊക്കെ 5-10 പവനൊക്കെ ഞങ്ങളുടെ സ്വർണ്ണക്കടയിൽ നിന്ന് കടം, നമ്മുടെ തൃശ്ശൂർ ആലപ്പാട്ട് ജ്വല്ലറി ഇല്ലേ, അവിടെ നിന്ന് കടം 10 പവനെടുത്ത്, അത് ഒരു 10 ദിവസത്തേക്കുള്ള അവധിയിൽ വെച്ച് സ്വർണ്ണം എടുത്ത് കൊടുത്ത് കല്യാണമൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിച്ചു. പിന്നെ ഈ സ്വർണം കൊടുക്കാനായിട്ട് നമുക്ക് മാർഗ്ഗം, ഈ കാശ് കൊടുക്കാൻ വേറെ ആൾക്കാരായി നിന്ന് കണ്ടമാനം കാശ് മോൻ കടം മേടിച്ചു, കടം പലിശയ്ക്ക് കയറ്റി. ഇത് കൊടുക്കാനായിട്ട് മോള് ഇവിടെ വന്നു നിന്ന്, മോളുടെ ഭർത്താവ് അകലെയാണ്. അപ്പോൾ ഇവിടെ വന്നു നിന്നപ്പോൾ അവരോട് പറഞ്ഞ ഈ സ്വർണം നമ്മൾ എടുത്തുണ്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്, തിരിച്ചു കൊടുക്കാൻ അവൾക്ക് പറ്റൂല. അപ്പോൾ അങ്ങനെ ഇവിടെ സ്വർണ്ണം ഇല്ലാണ്ട് അങ്ങോട്ട് പോകാനും പറ്റില്ല. അങ്ങനെ ഇവിടെ നിന്ന് ആൾ നിലവിലായി. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ സ്വർണ്ണം നമുക്ക് കൊടുക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ 2 പെൺകുട്ടികളും അവൾക്കുള്ളത്, ഒരെണ്ണം 5 വയസ്സായത്, ഒരെണ്ണം 2.5 വയസ്സായത്. വിധിയുടെ ക്രൂരത അവിടെയും അവസാനിച്ചില്ല. പ്രളയം വരുത്തിവെച്ച ദുരന്തത്തിൽ സോമന് ആകെയുണ്ടായിരുന്ന കിടപ്പാടവും നഷ്ടമായി. മേൽക്കൂരയും ചുമരും എല്ലാം മഴയിൽ നിലംപൊത്തി. പോലീസും നാട്ടുകാരും ചേർന്ന് ഇവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. 2 ആഴ്ച അവിടെ കഴിച്ചുകൂട്ടി.
പിന്നീട് ക്യാമ്പിൽ നിന്ന് മേൽക്കൂരയും ചുമരുകളും ഒന്നുമില്ലാത്ത കൂടാരത്തിലേക്ക് തിരികെ. ഇപ്പോൾ കടത്തിൻ്റെ മുകളിൽ കടം തന്നെ ഇപ്പം നിൽക്കണത്. ഈ വീട് വയ്ക്കാനും ഒരു മാർഗ്ഗമില്ല, കടം വീട്ടാനും ഒരു മാർഗ്ഗമില്ല. ഈ ചക്കം കൊണ്ടുവന്നോണ്ട് ഇപ്പോൾ കുറേ കാശ് കടം മേടിച്ചിട്ട് പലിശയ്ക്ക് മേടിച്ചിട്ടാണ് ഇപ്പോഴും നിൽക്കണം. ഇതൊരാഴ്ചയിൽ ഞങ്ങൾക്ക് ഒരു 4000 രൂപ 3000 രൂപ ആഴ്ചയിൽ, ഒന്നരാടം മടി 3000 വെച്ച് അടയ്ക്കണം, 4000 വെച്ചാൽ ഒരാഴ്ചയിൽ അടയ്ക്കണം. അപ്പോൾ ഈ കിട്ടുന്ന കാശ് മറ്റൊരു കാര്യത്തിന് ശരിക്കും ഈ ആൾക്ക് മരുന്ന് മേടിക്കാൻ തന്നെ ഞങ്ങൾക്ക് പറ്റണില്ല. കടക്കാർ വന്ന് വീട്ടിൽ നിൽക്കാൻ വലിയ പതിക്കാർ വന്നിട്ട് അപ്പോൾ അവർക്ക് കൊടുക്കുന്നു. ഡിവിഷൻ ആശാ വർക്കറാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഇവരെ കാണുന്നത് ക്യാമ്പിൽ വെച്ചിട്ടാണ്. ക്യാമ്പിൽ വന്നതിന് ശേഷം ഇവരുടെ സ്ഥിതി അവിടെ വെച്ചിട്ടാണ് അമ്മ എന്നോട് വിവരിക്കുന്നത്. ഇവർക്ക് ലോട്ടറി കിട്ടിയ കാര്യങ്ങളും അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ പറയുന്നത്. അതിനുശേഷം ഞാൻ പാലിയേറ്റീവിൽ സിസ്റ്ററിനെയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. വീട് കണ്ടപ്പോൾ നമുക്കെല്ലാവർക്കും, നമ്മൾ താമസിക്കുന്നതും ഇവിടെയുമുള്ള ഒരു അന്തരം കണ്ടപ്പോൾ നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഇവരുടെ വീട്ടിൽ നമ്മപ്പോൾ. പിന്നെ ഇവരുടെ ബാത്റൂമിൻ്റെ ഒരു ഷീറ്റും ഇല്ല, ഡോറും ഇല്ല. ഒരു 2 പെണ്ണുങ്ങൾ കുളിക്കുന്ന ബാത്റൂം, അതൊക്കെ ഭയങ്കര ശോചനീയമായൊരവസ്ഥ. 2 കുഞ്ഞു പെൺമക്കൾ, അവർക്ക് കിടന്നുറങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ പരമാനത്തെ സുഖത്തിൽ കിടക്കുമ്പോൾ അവർ കിടക്കുന്ന ഒരവസ്ഥ കാണുമ്പോൾ ആർക്കും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. മകൻ ജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം ഒന്ന് മാത്രമാണ് ഈ കുടുംബത്തിൻ്റെ ജീവിതമാർഗം. ഇങ്ങനെ മനസ്സിനെ വേദനിപ്പിക്കുന്ന നേർക്കാഴ്ചകളാണ് ഞങ്ങൾ അവിടെ കണ്ടത്. ഇന്നലെ എന്നോട് വന്ന് സംസാരിച്ചത്, ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ബാങ്കും വലിയ ഇതും കാര്യങ്ങളൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇതുപോലെ ഈ വീട് ഒന്ന് ഒരടച്ചുറപ്പ്, പെൺകുട്ടികളും ഒരു പെൺകുട്ടിയുണ്ട്, 2 കുഞ്ഞു മക്കളുമുണ്ട്, മഴയത്ത് നനയാതെ. പിന്നെ ഈ അച്ഛനും വയ്യാണ്ട് എടുക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തന്നാൽ മതി. അപ്പം ഇനി ലാസ്റ്റാണ് നിങ്ങൾ TCVക്കാർ. പിന്നെ ഇപ്പോൾ എന്താ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, നമ്മൾ ഇവർ ഈ വോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണ ഒരു ആൾക്കാരാണ്. അത് വിചാരിച്ചിട്ട് ഈ പുറംപോക്കും കാര്യങ്ങളും ഇലക്ഷൻ്റെ ടൈമിൽ പുറമ്പോക്കാരെ വോട്ട് വേണ്ടാന്ന് പറയും. അപ്പോൾ ഈ കോർപ്പറേഷൻ ഈ പരിധിയിലാണ് ഇവർ കിടക്കുന്നത് വെച്ചാൽ ഇവർ ആരും തിരിഞ്ഞു നോക്കില്ല എന്നാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ജനങ്ങൾ ഇവിടെ കൂടി, ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഒന്ന് വന്ന് കണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇവർക്ക് പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഓടുമേയാനും ചുമർ കെട്ടാനും കയ്യിൽ പണമില്ല. പ്രളയത്തിന് ശേഷം റവന്യൂ ഉദ്യോഗസ്ഥർ വീട് പരിശോധിച്ചു പോയെങ്കിലും പുറമ്പോക്കിലെ താമസക്കാരായതിനാൽ തലചായ്ക്കാൻ ഒരിടം കിട്ടുമോ എന്ന ആശങ്കയിലാണ് ഈ കുടുംബം. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലാണ് ഈ വീട് ഇങ്ങനെ വീണത്. പകുതി പകൽ വീണു, പകുതി രാത്രി വീണു. രാത്രി ആകുമ്പോഴേക്കും ഇവിടുത്തെ കുട്ടികളെയും അനിയത്തിനെയും, എൻ്റെ അച്ഛൻ്റെ അനിയനാണിത്. അപ്പോൾ അനിയത്തിനെയും കുട്ടികളെയും ഞാൻ കൊണ്ടുപോയി. അവർ പാപ്പനെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ എൻ്റെ വീട്ടിലും സൗകര്യക്കുറവാണ്. രാത്രി ആകുമ്പോഴേക്കും കുറച്ച് ഭാഗം കൂടി വീണു, ആളുടെ കാലുമലക്കൊക്കെ വീണു. പിന്നെ അവിടെ നിന്ന് ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. ക്യാമ്പിൽ നിന്ന് തിരിച്ച് വീണ്ടും ഇതിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ പല ആൾക്കാരോട് സഹായങ്ങൾ അഭ്യർത്ഥിക്കും, കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അവർ ഒരു കൂട്ടർ വരും, കുറച്ച് കഴിയും, അത് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് നോക്കും, പോവും. അപ്പോൾ നമുക്കൊരു ആകാംക്ഷയായി. അങ്ങനെ ആകാംക്ഷ ആകുമ്പോൾ പിന്നെ അവരെ കാണില്ല. പിന്നെ ഇവിടുത്തെ കൗൺസിലർമാരും ആൾക്കാരൊക്കെ കൂടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നത്, എവിടെ ക്യാമ്പിലേക്ക്. ആ ക്യാമ്പിൽ നിന്ന് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ അവസ്ഥയിലേക്കാണ് നമ്മളെ വീണ്ടും കൊണ്ടാക്കിയത്. അപ്പോൾ ഇവർക്ക് ഇത് ചേരിയാണ്, കനാലിൻ്റെ ഓരാണ്. അപ്പോൾ കനാലിൻ്റെ ഓരാണെങ്കിലും തന്നെ ഇവർക്ക് റേഷൻ കാർഡും ആധാർ കാർഡും വോട്ടർ ID യും വോട്ട് ചെയ്യൽ എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ ആധാരം എന്നൊരു സാധനം ഇല്ലാത്തത് കൊണ്ട് ഈ വീട് ഇങ്ങനെ കിടക്കണത്. ആധാരമില്ല, വീട് ഫുള്ളായിട്ട് നമുക്ക് നല്ല വീട് പണിയണമെന്നില്ലേ, എങ്കിലും വാസയോഗ്യമായിട്ട് എന്തെങ്കിലും മനുഷ്യ പരിഗണന വെച്ചിട്ട് എന്തെങ്കിലും ആരുടെയെങ്കിലും പറഞ്ഞ ഒരു സ്പോൺസർമാരെ കണ്ടിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർ മനഃപൂർവ്വം സൗകര്യപൂർവ്വം മറന്നു പോയതാണോ, ഇനി അറിഞ്ഞുകൊണ്ട് മറന്നതാണോ, അതറിയാതെ മറന്നതാണോ എന്നറിയില്ല. ഇപ്പം 6 മാസമായി ഈ പഴംതുണിയുടെ ഉള്ളിലാണ് കിടക്കണത്.
ആ ചുമര് വീണിട്ട് അതിൻ്റെ അടുത്ത് തന്നെ കട്ടിലുമ്പോൾ ആൾ കിടക്കുന്നുണ്ടായിരുന്നത്. ആ കിടക്കുന്നുണ്ടായിരുന്ന കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ സത്യം പറയാൻ വെച്ചാൽ നമുക്ക് മനസ്സിൽ പോലും ഭയങ്കര, ഏതു ആൾക്കാർക്കാണെങ്കിലും ഭയങ്കര വിഷമമുള്ളൊരു അവസ്ഥയാണ്. വെച്ച് കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ എല്ലാ ഭാഗത്ത് എന്നിട്ട് ആളെ കട്ടിലിൻ്റെ തൊട്ട് തന്നെ ജീവൻ രക്ഷിച്ചത് അത് ഭഗവാൻ തന്നെയാണ്. പാത്രങ്ങളും എല്ലാതും ഈ മണ്ണ് ചുമര് വീണിട്ട് ഒരു ഭയങ്കര അവസ്ഥയിലാണ് നമ്മൾ ഒന്ന് കാണുന്നത്. ഉടനടി നമ്മൾ അവിടെ നിന്ന് മാറാനായിട്ട് അവരോട് പറഞ്ഞ് നമ്മളിവിടെ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ചേട്ടനെ മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അവർ കുറച്ചൊന്നും വരാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കാന്നുള്ള നിലപാടിലായിരുന്നു അവർ നിൽക്കുന്നുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ ബലമായിട്ട് പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ഇവരെ വന്നിട്ട് ഇവിടുന്ന് ഈ ഭാഗത്ത് ചേരി എന്ന് പറഞ്ഞാൽ ഇത് പുറമ്പോക്കാണ്, ഇറിഗേഷൻ്റെ പുറമ്പോക്കാണ്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെ മുഴുവനും നമ്മൾ അങ്ങോട്ട് മാറ്റി പാർപ്പിച്ചിട്ട് അതിനുശേഷം നമ്മൾ ആൾക്കൊരു പ്രത്യേക കെയറിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വെച്ചാൽ കെടുപ്പൽ രോഗിയാണ്, ആൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട് വെച്ചാൽ ബാത്റൂമിൽ പോകാനും കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള അത് നമുക്ക് ചാനലിലൊക്കെ നമ്മൾ ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്ന ആളെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആൾക്ക് വീട് പണിയാനായിട്ട് നമ്മളിത് കഴിയുന്നോട് കൂടിയിട്ട് ഒരാളെ സ്പോൺസർ ചെയ്യാനായിട്ടുള്ള ആളെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അയാൾ വന്ന് ഇവിടെ എസ്റ്റിമേറ്റൊക്കെ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ബൈ ചാൻസ് അങ്ങോട്ട് പറയണത് നമുക്ക് അയാൾക്ക് എന്തോ ചെയ്യാൻ പറ്റാത്ത രീതിയിലൊരു സാഹചര്യത്തിൽ അയാൾ മാറിപ്പോവാണ് ഉണ്ടായത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇറിഗേഷൻ്റെ പുറമ്പോക്കായ കാരണം അവർ പൈസ ഇറക്കിയിട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഗുണം കിട്ടുന്നില്ല. നാളെ ഇത് പൊളിച്ചു പോകേണ്ട ഒരു ഇത് വരുന്ന ആ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഇറിഗേഷൻ്റെ പുറമ്പോക്ക് പതിച്ചു കൊടുക്കാനുള്ള ഇത് ഇല്ല എന്നാണ് എൻ്റെ അറിവ്. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഈ ഇറിഗേഷൻ്റെ പുറമ്പോക്കായി റവന്യൂ വേറെ പുറമ്പോക്കൊക്കെ ആണെങ്കിൽ അവർക്കത് കിട്ടാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവരെ വീടിൻ്റെ അവസ്ഥ എന്ന് പറയുക വെച്ച് കഴിഞ്ഞാൽ ഈ സാഹചര്യത്തിൽ വെച്ചാൽ അസുഖം എന്താ പറയുക, ഒരുപാട് രോഗങ്ങളുടെ ആയിട്ട് കെടുപ്പലായ രോഗിയാണ്. ഇപ്പോൾ മഞ്ഞും മഴ പെയ്താലും ഒക്കെ ആയാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ സംഘടനകളൊക്കെ മെറ്റീരിയൽസെങ്കിലായിട്ടുള്ള രീതിയിൽ കളക്ട് ചെയ്തിട്ട് ഇവർക്കൊരു വീട് പണിയാനായിട്ടുള്ളൊരു സാഹചര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അവരൊപ്പം നിന്നിട്ട് നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും. ഈ ദുരിത ജീവിതം കണ്ടും കേട്ടുമറിഞ്ഞ് ഒട്ടനവധി സുമനസ്സുകളാണ് ഇവർക്ക് തണലാകാനെത്തിയത്. പക്ഷേ പലവിധ കാരണങ്ങളാൽ ഒന്നിനു പിറകെ മറ്റൊന്നായി ഇവയെല്ലാം നഷ്ടമായി. ഇതോടെ ജീവിതം കരകയറുമെന്ന ഈ കുടുംബത്തിൻ്റെ അവസാന പ്രതീക്ഷകളും അസ്തമിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് കെട്ടി ഒന്ന് കിടക്കാനുള്ള ഒരവസ്ഥയിലാക്കി, ആരെങ്കിലും സഹായിക്കാൻ കിടക്കാനായിട്ടൊരു അവസ്ഥയിലാക്കി. 2 ചെറിയ കുട്ടികളുണ്ട്, വയ്യാത്ത അച്ഛനാണ്. എൻ്റെ ആങ്ങള ഒരാൾ പോയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാക്കി ഞങ്ങൾക്ക് ഒരാൾക്കാർ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പിന്നീട് വന്നിട്ടില്ല. വേറെ ഒന്നും ചെയ്യും. എന്ത് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ വെച്ചാൽ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ വെച്ചാൽ നമുക്കതൊരു സമാധാനം. ഓടുമേയാനും ചുമർ കെട്ടാനും കയ്യിൽ പണമില്ല. പ്രളയത്തിന് ശേഷം റവന്യൂ ഉദ്യോഗസ്ഥർ വീട് പരിശോധിച്ചു പോയെങ്കിലും പുറമ്പോക്കിലെ താമസക്കാരായതിനാൽ തലചായ്ക്കാൻ ഒരിടം കിട്ടുമോ എന്ന ആശങ്കയിലാണ് ഈ കുടുംബം. എയർ കണ്ടീഷൻ മുറികളിൽ നിന്ന് ഒരല്പം മാറി നിൽക്കാൻ പ്രയാസപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ കാറ്റിനെയും മഴയെയും ചെറുത്തു നിൽക്കാൻ ഒരു മാർഗവുമില്ലാതെ എല്ലാം സ്വന്തം വിധിയെ പഴിച്ച് ജീവിതം തള്ളി നീക്കുകയാണ് സോമനും കുടുംബവും. ഇറിഗേഷൻ പുറമ്പോക്ക് ഭൂമിയിൽ കഴിയുന്നതിനാൽ സർക്കാരിൻ്റെ യാതൊരുവിധ ആനുകൂല്യങ്ങളും ഈ കുടുംബത്തിന് താങ്ങാവാൻ എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ വിഷമവൃത്തിയിലായ ഈ കുടുംബത്തെ സഹായിക്കാൻ പ്രേക്ഷകരായ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഇവരുടെ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങളാൽ കഴിയുന്ന ധനസഹായങ്ങൾ എത്തിക്കാവുന്നതാണ്. തങ്കമ്മ സോമൻ, ബാങ്ക് ഓഫ് ബറോഡ, പുല്ലഴി ബ്രാഞ്ച്. അക്കൗണ്ട് നമ്പർ 114000002104. IFSC കോഡ് BARB 0PULLAZ. ജീവിത നേർക്കാഴ്ചകൾ തേടിയുള്ള തണലിൻ്റെ ഒരധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ജീവിതകഥയുമായി വീണ്ടും കാണാം.